സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലയിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും, സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്നും, സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും, ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരും. ആദ്യം ഉമേഷ് ബാലകൃഷ്ണനിലേക്കാണ്. ഉമേഷ്, നിലവിൽ സംസ്ഥാനത്തെ മഴ സാഹചര്യം എങ്ങനെ, എന്തൊക്കെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? ഉമേഷ്. ഉന്മേഷ ക്രിസ്റ്റീന, സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് കഴിഞ്ഞാൽ വീണ്ടും സംസ്ഥാനത്ത് മഴ കുറഞ്ഞു തുടങ്ങുമെന്നാണ് നിലവിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തിയാൽ തിരുവനന്തപുരം ജില്ലയിൽ രാവിലെ മുതൽ ചെറിയ ചാറ്റൽ മഴയുണ്ട്. ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ മഴ നേരിയ രീതിയിൽ കുറയുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തീരദേശത്ത് കടൽക്ഷോഭം രൂക്ഷമാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പൊഴിയൂർ വരെ, അതായത് വർക്കല കാപ്പൽ മുതൽ പൊഴിയൂർ വരെ ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പുണ്ട്. എന്നാൽ ഈ ശക്തമായ തിരയുണ്ട്. ഇപ്പോഴും കടലാക്രമണം രൂക്ഷമായി വന്നിട്ടില്ല എന്നുള്ളതാണ് തീരദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതേസമയം ശക്തമായ കാറ്റുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിലും ഈ വലിയ മരങ്ങളുടെ സമീപത്തുമെല്ലാം നിൽക്കാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഗ്രീൻ അലർട്ടാണ്. അതുകൊണ്ട് തന്നെ സാധാരണ മൺസൂൺ കാലത്ത് ലഭിക്കുന്ന മഴയായിരിക്കും ഇന്ന് ലഭിക്കാൻ സാധ്യത. ഉന്മേഷ ക്രിസ്റ്റീന. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി മലപ്പുറത്തേക്ക് പോയാൽ സമീർ ബിൻ കരീമുണ്ട്. സമീർ, ഗുഡ് മോർണിംഗ്. മലപ്പുറത്ത് ഏതൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? രാവിലെ മഴയുണ്ടോ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. മലപ്പുറത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയുണ്ട്. രാത്രി മുതൽ തന്നെ ശക്തമായ മഴ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് രാവിലെയും തുടരുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഈ മൊറയൂർ അയ്യാടൻ മലയിൽ വിള്ളൽ കണ്ടെത്തിയ ഒരു പശ്ചാത്തലമൊക്കെ തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ ഒരു ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകിയിരുന്ന മുന്നറിയിപ്പ്. ഇന്നലെ 42 കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റിപ്പാർപ്പിച്ചിരുന്നു. മഴ ശക്തമായ കൂടുതൽ നടപടികൾ വേണ്ടിവരുമെന്നും പഞ്ചായത്ത് ഇന്നലെ വ്യക്തമാക്കിയതാണ്. ഇന്ന് അത് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ മലയോരത്തും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ ചാലിയാർ പുഴയിലൊക്കെ തന്നെ ജലവിധാനം ഉയരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലല്ലാതെ വയനാട്, തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്താൽ തന്നെ ചാലിയാർ പുഴയിൽ മലപ്പുറത്തിന്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ് ഈ അധികൃതർ. ക്രിസ്റ്റീന. സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ജില്ലയിൽ എങ്ങനെയാണ് നിലവിൽ മഴയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, ഇന്നലെ മുതൽ തന്നെ മഴയിൽ വലിയ കുറവുണ്ട്. ഇന്നലെ രാത്രിയൊന്നും മഴ പെയ്തിട്ടില്ല വയനാട്ടിൽ. അതുകൊണ്ട് തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നേരത്തെ വെള്ളക്കെട്ടുണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഒഴിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശ്വാസം ജില്ലയെ സംബന്ധിച്ചുണ്ട്. വെയിൽ ആയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പലപ്പോഴും വെയിൽ ഉദിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് കുറവാണ് ശരിക്കും വയനാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുഴകൾ, ജലാശയങ്ങളിലും എല്ലാം തന്നെ നീരൊഴുക്ക് കുറയുന്നൊരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാവുന്നത്. ഏറ്റവും അധികം മഴ ലഭിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് തൊണ്ടർനാട് അടക്കമുള്ള പ്രദേശങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ രാവിലെ മുതൽ തന്നെ മഴയിൽ വലിയ കുറവുണ്ട്. ഇപ്പോൾ മഴ ഈ സമയത്ത് പോലും കൽപ്പറ്റ അടക്കമുള്ള പ്രദേശങ്ങളിലൊന്നും മഴ പെയ്ത്ത് ഇല്ല എന്ന് വേണം പറയാൻ. പൂർണ്ണമായും മഴയില്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത്. പക്ഷേ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. ഉന്മേഷ്, ക്രിസ്റ്റീന. വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു സുർജിത്ത് അയ്യപ്പത്ത്. ഇനി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ കൂടിയുണ്ട്. ടോബി, ഗുഡ് മോർണിംഗ്. കോട്ടയത്ത് പല പ്രദേശങ്ങളും വെള്ളം കയറുന്ന പ്രദേശങ്ങളുണ്ട്. വളരെ പെട്ടെന്ന് ഈ കുമരകം, ഇല്ലിക്കൽ മേഖലയൊക്കെ. കോട്ടയത്ത് മഴ സാഹചര്യം എങ്ങനെയാണ്? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്? ഈ മലയോര പ്രദേശങ്ങളും ഇതുപോലെ നദീതീരത്തുള്ള പ്രദേശങ്ങളും ഒക്കെ ഉള്ള ഒരു ജില്ലയാണല്ലോ കോട്ടയം. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസനാണ് മഴയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. കോട്ടയം ജില്ലയിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് കുമരകം, ഇല്ലിക്കൽ തുടങ്ങിയ പ്രദേശങ്ങൾ. ഒപ്പം തന്നെ മലയോര മേഖലയും കോട്ടയം ജില്ലയിലുണ്ട്. മലയോര മേഖലകളിൽ മഴ കനക്കാൻ സാധ്യതയെന്ന മുന്നറിയിപ്പുമുണ്ട്. കരുതൽ വേണം എന്ന കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുണ്ട്. പുതിയതായി രൂപപ്പെട്ട ചക്രവാത ചുഴി അറബിക്കടലിൽ അതുമൂലം 5 ദിവസം കൂടി സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള ഒരു സാഹചര്യം തുടരുന്നുവെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. ഇന്ന്
മുല്ലപ്പെരിയാർ ഡാം തുറക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നിലനിൽക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളായി മഴയുണ്ടായിരുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ ഉൾപ്പെടെ കനത്ത മഴ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അതിന് പിന്നാലെയാണ് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയർന്നത്. മുല്ലപ്പെരിയാർ ഡാം തുറക്കും എന്ന് തമിഴ്നാട് അറിയിച്ചിരിക്കുന്നത്. പരമാവധി 1000 ഘനയടി ജലമായിരിക്കും ഒരു സെക്കൻഡിൽ സ്പിൽവേ ഷട്ടറുകൾ തുറന്ന് പുറത്തേക്ക് ഒഴുക്കുക. പരമാവധി ജലം തമിഴ്നാട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോഴും കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇങ്ങനെ മഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇന്ന് 5 ജില്ലകളിലാണ് സംസ്ഥാനത്ത് യെല്ലോ അലർട്ട് ഉള്ളത്.